പൗലോസേ, മൂന്നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് പോകാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഏതായാലും ഇയാളൊന്ന് വീണു. എനിക്ക് നന്നായിട്ട് വീണ് കയ്യോലൊടിച്ച് ഒരു മാസം കിടന്നിരുന്നെങ്കിൽ ശുശ്രൂഷിക്കാനെങ്കിലും ഒരു പെണ്ണ് കെട്ടിയാലോ എന്നുള്ള ചിന്തയെങ്കിലും വന്നേന്. ഇയാളും രക്ഷപ്പെട്ടേന്, ഞാനും രക്ഷപ്പെട്ടേന്. താനെന്തോ പിറവിറക്കുന്നേ? ഒന്നുമില്ല സാർ, ഓരോ സമയദോഷങ്ങളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓഹോ, ചിറ്റപ്പനോ? അതേടാ, ഞാൻ തന്നെ ചിറ്റപ്പൻ. എന്താ നിനക്ക് ഇഷ്ടായില്ലേ? ഒട്ടും ഇഷ്ടമായില്ല. കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ ഉള്ളൂ. അതേടാ, എന്റെ ചെക്കൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ വന്ന് കാണും. അതിനെനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ടടാ. മാറി നിൽക്കടാ, ഞാൻ എന്റെ ചെക്കനെ കാണട്ടെ. നിനക്ക് എന്ത് പറ്റിയടാ രാശേരം കുട്ടി? ചിറ്റപ്പൻ എന്താ നീ അറിയിക്കാഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടു. നീ എന്നെ വേഗം വാ ചിറ്റപ്പ, വേഗം വാ ചിറ്റപ്പ എന്ന് വിളിക്കുന്നതായിട്ട്. അതല്ലേ ഞാൻ വേഗം ഓടി വന്നത്. നിന്ന് പിടിച്ചേ. പിടിക്കാൻ കസേരയിലുണ്ടോ? ഇല്ല. അല്ല, നിനക്ക് എന്താ പറ്റിയേ? ഓ, ഒന്നുമില്ല, ഒന്ന് വീണു. 3-4 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോവാം. തിരിച്ചൊക്കെ പോകാമായിരിക്കും, പക്ഷെ ഒന്ന് വീണതല്ലേ. ഇവിടുത്തെ മരുന്നുകൊണ്ടൊന്നും വേദന മാറില്ല. ഇവിടെ ഒരു കുപ്പി ബ്രാൻഡ് സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്തിനാ? ഉരുണ്ട് കളിക്കാതെ കാര്യം പറ. കിട്ടുമോ? കിട്ടും. നല്ല ചൂടുവെള്ളം കിട്ടുമോ? കിട്ടും. കുരുമുളക് കിട്ടുമോ? എന്തിനാ രസം വെക്കാന്? അതിനുള്ളടാ മണ്ട. 2 ഔൺസ് ബ്രാൻഡിയിൽ 2 ഔൺസ് ചൂടുവെള്ളം ഒഴിച്ച് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കലക്കുക. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അതങ്ങനെ 6 നേരം കൊടുക്കുമ്പോ എനിക്കും അതുപോലെ തന്നെ 6 നേരം ചുടുവെള്ളവും കുരുമുളക് പൊടിയും ഇല്ലാണ്ട് ഇങ്ങോട്ട് തരിക. അതോടുകൂടി എല്ലാം തീരും. അങ്ങനെ തികഞ്ഞ ആരോഗ്യവാനായിട്ട് നീ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഈ ചിറ്റപ്പൻ ഇവിടുന്ന് തിരിച്ചു പോവുള്ളൂ. അതൊന്നും വേണ്ട ചിറ്റപ്പ, പൗലോസ് ഉണ്ടല്ലോ. 1-2 ദിവസം കഴിഞ്ഞ് ചിറ്റപ്പൻ പോയിക്കോളൂ. അല്ല, അമ്മയ്ക്കൊന്നും വിശേഷം? 4-ാം നാൾ വാദപ്പനെ ഒന്ന് കൂടി. കഷായം കുടിച്ചപ്പോ അതോട് കുറഞ്ഞു. അതൊക്കെ പോട്ടെ. മിനിഞ്ഞാന്ന് ഫോൺ ചെയ്തപ്പോ കുറച്ച് കാവർത്തതും കടുമാങ്ങയൊക്കെ കൊടുത്തു വിടുന്നു പറഞ്ഞിരുന്നല്ലോ. ആര് പറഞ്ഞു? അമ്മ. ആര്? അമ്മ. അത് ഞാൻ പറഞ്ഞില്ലേ രാശാരിൻകുട്ടി? അതെന്തേ ഞാൻ പറയാഞ്ഞത്? അതെ, ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. എവിടാ? വെള്ളമടിച്ച് എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും ചിറ്റപ്പോ. ദേ, അധികം തമാശ വേണ്ട. മിലിറ്ററി ആണെന്നൊന്നും ഞാൻ നോക്കില്ല. അടിച്ച് ചെവിപ്പിക്കോ. പോട്ടെ പോട്ടെ പോട്ടെ. പൗലോസേ, ചിറ്റപ്പനെ ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടു. ചിറ്റപ്പൻ ഇനി നാളെ രാവിലെ വന്നാൽ മതി. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഉണ്ടവിടെ. വാടാ വാ. ഇയാള് ചിറ്റപ്പനല്ല, ഫിറ്റപ്പനാ. അവിടെ ഇരിക്കുന്ന റം മുഴുവൻ ഇയാളിന്ന് കുടിച്ചു തീർക്കും. നീ എന്താ ആലോചിക്കണേ? നിന്റെ ആരെങ്കിലും ചത്തൊന്നുമില്ല. എന്നാ വാ. ആലപ്പുഴയാണ് വീട്. അച്ഛൻ സർവീസിൽ ഡ്രൈവറായിരുന്നു. ഒരു ചേച്ചി, ഒരനുജത്തി, ഒരനുജൻ സിവിലിയൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. ഒട്ടും വേദനിച്ചില്ല. അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ. എന്റെ കുട്ടിയല്ലേ. സോറി. രാജേട്ടൻ കാണിച്ചത് തെമ്മാടിത്തരമായിപ്പോയി. നല്ലവളായതുകൊണ്ട് സൂസന്നെ ഇതുവരെ ഇതാരോടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ എനിക്ക് പോലും അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ. യു ബിക്കം സോ ചീപ്പ്. രാജേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. പുരുഷന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീ. രാജേട്ടന്റെ വീട്ടിലെ കാശിന്റെ ഔദാര്യമാണ് ഞാൻ ഇട്ടിരിക്കുന്ന വെള്ളക്കോട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ധാർമ്മിക രോഷം. ഇന്ന് രാവിലെ ഡോക്ടർ സണ്ണി വന്നപ്പോ ഇന്നലെ നടന്ന സംഭവം ഞാൻ പറഞ്ഞു. അയാൾ അങ്ങ് ചൂടായി. എന്നിട്ടൊരു ഉപദേശവും. പുരുഷന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീയെന്ന്. ബാക്കി കിട്ടി. ബീഹാറിൽ നിന്ന് നഴ്സിംഗ് പാസ്സായി ആദ്യത്തെ പോസ്റ്റിംഗ് ഡെറാഡൂൺ, പിന്നെ ദേശ്പൂർ, അംബാല, പിന്നെ 6 മാസമായിട്ട് ഇവിടെ. എന്താ, ഒന്നുകൂടെ പൊട്ടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇടത്തെ കരണത്തടിച്ച വലത്തെ കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാ ക്രിസ്തുലോകം പറഞ്ഞിരിക്കുന്നത്. നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചത് മോനെ? അതെ,
2 ദിവസമായില്ലേ ചിറ്റപ്പം വന്നിട്ട്, ഇനി പൊയ്ക്കോളൂ. നീ ഈ നിലയിലിരിക്കുന്നത് കണ്ടിട്ട് ചിറ്റപ്പൻ എങ്ങനെ മനസമാധാനത്തോട് തിരിച്ചു പോവാ? അതൊന്നും സാരമില്ല, സാബിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ലേ. ചിറ്റപ്പം പൊക്കോ. എന്നെ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ഡോക്ടർ വന്നിരുന്നു. ഉം. ദാ. പിന്നെ ആ. ഇതൊന്നും വീട്ടിലോട്ട് എഴുന്നള്ളിക്കണ്ട, അത് മതി അമ്മയ്ക്ക്. ചിറ്റപ്പൻ നേരെ വീട്ടിലേക്കല്ലേ? അല്ല, ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ഇറങ്ങും. നമ്മുടെ ദുബായിലെ കുട്ടപ്പന്റെ മോനും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടോന്ന് അന്വേഷിക്കണം. ഒരു രാത്രി അവിടെ തങ്ങി അവിടുത്തെ ക്രാങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടി അവിടുന്ന് നേരെ പാലക്കാട്ട് നമ്മുടെ നളിനിയുടെ അമ്മായിരമോ. അതൊന്നും വേണ്ട, നേരെ വീട്ടിലെത്താൻ നോക്ക്. ആവശ്യത്തിൽ കൂടുതൽ കാശ് ഞാൻ തന്നിട്ടില്ലേ, പിന്നെന്തിനാ വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതേടാ, എനിക്കറിയാം. ചിറ്റപ്പൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാ. കല്യാണം വന്നാലും കേസ് വന്നാലും മരണം വന്നാലും എല്ലാവർക്കും ചിറ്റപ്പനെ വേണം. എല്ലാം നടത്തി കൊടുക്കാം. ചിറ്റപ്പൻ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരിയായി പോയി. അതെന്റെ ഒരു വീക്ക്നെസ്സാ. അയ്യോ ചിറ്റപ്പ, അതല്ല പറഞ്ഞേ. ഇങ്ങനെ ഊരി വിറ്റ് നടക്കാതെ നമ്മുടെ വീട്ടിൽ നിൽക്ക്. ഒരുപാട് കാര്യങ്ങളില്ലേ നോക്കാൻ. ചിറ്റപ്പന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ചിറ്റപ്പൻ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന് എനിക്കറിയാലോ. എന്തോ? പക്ഷെ നീ പറഞ്ഞാൽ മാത്രം ഞാൻ കേൾക്കും. നീ എനിക്ക് വീക്ക്നെസ് ആയി പോയി. എന്നാ ശരി ചിറ്റപ്പൻ പോ. എന്നാ സമയം കളയണ്ട, ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടുതരാം. അല്ലെങ്കിൽ ഇനി രാത്രി ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരണ്ട. എടാ സഹായക് പൗലോസേ, എന്റെ സ്വകാര്യ പ്രശ്നത്തിൽ നീ സഹായിക്കണ്ട. അതിന് പകരം എന്റെ കൂടെ വന്ന് എന്റെ പെട്ടിയിൽ തന്നെ സഹായിക്ക്. രാശേരൻകുട്ടി ഇതിന്റെ ഇടയിൽ എനിക്ക് കാശ് തന്നാ? ആ, അതവിടെ പോയി. പോക്കറ്റില്ല. കൊറേ പ്രായമായില്ലേ, ഓർമ്മക്കുറവായി. ഇത് മറക്കില്ലല്ലോ. അതിന് നിനക്കെന്താ വേണ്ടേ? ഒന്നുമില്ല. നടക്ക്. ആ, ആഹാ, ഇതാരും അറിയാമേ. എന്ത് പറ്റി, ഡ്യൂട്ടി മാറിയോ? ഇങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി മാറേണ്ടി വരും. സൂസന ലീവ് എടുത്തു. എല്ലാവരും ഈ മറിയാമ്മയെ പോലെയല്ല മേജർ സാബ്. സാബിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇനി സൂസന ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യൂ. ഗുഡ് നൈറ്റ് മേജർ സാബ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സൂസന. എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടേ തിരിച്ച് ജോയിൻ ചെയ്യുന്ന നിർബന്ധമായിരുന്നു അല്ലേ? എന്നെ അത്രയ്ക്ക് വെറുപ്പ? എല്ലാവരെയും കാണുന്ന പോലെ എന്നെ കാണരുത് പ്ലീസ്. എന്നെ ഇങ്ങനെ ഇനി ശല്യപ്പെടുത്തരുത്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മേലിൽ ആവർത്തിക്കില്ല എന്ന് തീരുമാനവും എടുത്തു. നൗ ഐ ആം സീരിയസ്. എനിക്ക് സൂസനെ ഇഷ്ടമാണ്. ഇത് ഞാൻ ഒരുപാട് കേട്ടുമടുത്ത വാക്കുകളാണ്. തന്നെയല്ല, നിങ്ങളൊരു മേജറാണ്, ഞാൻ വെറും ഒരു നേഴ്സും. ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. മിലിറ്ററി ബാരക്കുകളിൽ സ്ഥിരം നടക്കാറുള്ള ഇതുപോലത്തെ ഒരു 3-കിട പ്രണയ നാടകത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നെ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുത്. എന്റെ അപേക്ഷയാണ്. ഐ എം സോറി. രാജേട്ടൻ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ആൽക്കഹോളിക് ആയ ഒരപ്പൻ, പേരുദോഷം കേട്ട് കെട്ടിക്കാതെ നിൽക്കുന്ന ചേച്ചി, പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം കയറി ഇറങ്ങുന്ന അനുജൻ, അതിന്റെ ഇളയതൊരു പെങ്കൊച്ചു സ്കൂളിൽ. എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം നടക്കാൻ. തന്നെയുമല്ല, രാജേട്ടന്റെ കുടുംബക്കാർക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല. രാജേട്ടന്റെ കാര്യങ്ങൾ രാജേട്ടൻ തീരുമാനിച്ചോളാം. താൻ സൂസന്നയുമായിട്ട് സംസാരിച്ച് അപ്പനെ ഒന്ന് കാണാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ഐ റിയലി മീൻ ഇറ്റ്. ഐ എം സീരിയസ്. ഓക്കെ, ഞാൻ സംസാരിക്കാം. See you tomorrow. Good night. Good night.